ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലച്ചു ഫാമിലി എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്ന വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിഗ് ബോസിലൂടെ ഒരു 8 വയസ്സുകാരി അമ്മയോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അത് എന്താണെന്ന് പറയാം. ആ അമ്മ ആ ചോദ്യം നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റായിട്ട് ഇട്ടിരുന്നു. അത് കണ്ടപ്പോൾ സത്യത്തിൽ എല്ലാവരും മന്ദം വിട്ടുപോയി. കാരണം വെച്ചാൽ ബിഗ് ബോസിൽ നമ്മുടെ നൂറ ആൻഡ് അതിര ഇവർ ലൈൻ സ്പിയർ ആണല്ലോ. അപ്പോൾ അവരെ കുറിച്ചിട്ടുള്ളൊരു പോയിൻ്റാണ് ഇത്. ആ അമ്മ മാധ്യമങ്ങളിൽ ഇട്ടിട്ടുള്ള പോസ്റ്റ് ഈ രൂപത്തിലാണ്: എൻ്റെ 8 വയസ്സുള്ള മോൾ ഇന്നലെ പറയുകയാണ്, ഞാൻ വലുതാകുമ്പോൾ ആദിലയുടെയും നൂറയെയും പോലെയാണ് കല്യാണം കഴിക്കുക എന്ന്. പകച്ചുപോയി ഇത് കേട്ടപ്പോൾ ആ മാതാവ്. ഞാൻ അത് കേട്ടപ്പോൾ അവളോട് മറുപടി എന്താ പറയുക എന്ന് എനിക്കറിയാതെയായിപ്പോയി. ശരിക്കും എന്താണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് എന്ന് നിങ്ങൾക്കറിയുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത്. ബിഗ് ബോസ് ഷോ അവളെ കാണിക്കാറില്ല ആ അമ്മ. ഫോണ് ഒരു ദിവസം അരമണിക്കൂറിൽ കൂടുതൽ കൊടുക്കാറില്ല. എന്നിട്ടും അവൾ എങ്ങനെയോ ഷോർട്സിൽ എവിടെയോ ഇത് കണ്ടു. ഏഷ്യാനെറ്റ് എന്ന ഒരു പോപ്പുലർ ചാനലിലെ മെജോറിറ്റി ആൾക്കാരും കാണുന്ന ബിഗ് ബോസ് എന്ന ഷോയിലാണ് ലെൻസ്പിയർ കപ്പിൾസ് വന്നിട്ടുള്ളത്. ഒരുപാട് കുട്ടികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. എൻ്റെ മോളുടെ കാര്യമല്ല, അവൾ ചെറുതാണ്. ടീനേജിലൊക്കെ നിൽക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ കട്ട സൗഹൃദങ്ങളെ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ. പക്ഷേ ഇങ്ങനെയൊരു ഹോർമോണോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്തവർ പോലും ഈ പാത തിരഞ്ഞെടുക്കുമോ എന്ന് ഇപ്പോൾ ശരിക്കും തോന്നിപ്പോവുകയാണ് എന്നാണ് അമ്മ പറയുന്നത്. അത്രയേ കിട്ടിയുള്ളൂ. ബാക്കി എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് ഇതുപോലെയാണ് എനിക്ക് കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ അത്രയും വായിച്ചത്. എന്ന് ഇപ്പോൾ ശരിക്കും പേടിയാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇനിയിപ്പോൾ അവരെ ഇഷ്ടത്തിന് അങ്ങനെ ഒന്ന് തീരുമാനിച്ചു. അവർ ആദിലയും നൂറയും അങ്ങനെ ഒരു ജീവിതം തിരഞ്ഞെടുത്തു. അത് വിചാരിച്ച് എല്ലാ മക്കളും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് നല്ലൊരു ഉപദേശങ്ങൾ കൊടുക്കുക അച്ഛനമ്മമാർ. നമ്മുടെ മക്കൾക്ക് നമ്മൾ ഉപദേശം കൊടുക്കുക. നമ്മൾ കൊടുത്തിട്ടും ശരിയായിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഒരു കൗൺസിലിംഗ് നടത്തുന്നത് നല്ലതായിരിക്കും. നല്ലൊരു ഡോക്ടറുടെ ഉപദേശം തേടി ആ കുട്ടിയെ ഡോക്ടറെ കാണിച്ച് ഡോക്ടറോട് ഉപദേശിക്കാൻ പറയുക. അപ്പോൾ നല്ലൊരു കൗൺസിലിങ്ങിലൂടെ ആ കുട്ടിക്ക് ഒരു മനമാറ്റം വന്നു പോയേക്കാം. ഈ ചോദ്യം ഈ അമ്മയോട് ഈ മോൾ ചോദിച്ചപ്പോൾ ഏത് മാതാവിനായാലും ഒരു വിഷമമുണ്ടാവും. അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു പോസ്റ്റ് അങ്ങനെ ഇട്ടത്. അത് പോട്ടെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മക്കളെ പറഞ്ഞു തിരുത്തുക. അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറയുക. പിന്നെ അവരങ്ങനെ ഒരു തീരുമാനം, കഠിനമായ ഒരു തീരുമാനമാണെങ്കിൽ ഡോക്ടറെ സമീപിക്കുക. അത്രയേ പറയാനുള്ളൂ. അല്ലാതെ നമുക്ക് ഒരാളെ സ്വകാര്യതയിൽ നമുക്ക് കൈകടത്താൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ സ്വഭാവമാണ്. അവർക്ക് അങ്ങനെ ഒരു ജീവിതം തിരഞ്ഞെടുക്കാൻ പറ്റിയതുകൊണ്ട് അവരങ്ങനെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഈ ബിഗ് ബോസ് എന്ന ഷോയിൽ അവർ വന്നതാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് കാരണം. എന്താണ് ഇതിനൊക്കെ പറയുക എന്നറിയില്ല. പക്ഷേ ഒരു മക്കളും ഇങ്ങനൊരു ബുദ്ധിമോശം കാണിക്കരുത്. ഇത്രയേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഏത് മക്കളോടായാലും പറയാനുള്ളൂ. അവരെങ്ങനെയോ ജീവിച്ചോട്ടെ. അതുപോലെ ഒരു മക്കളും ആ ഒരു പാതയിലൂടെ തുടർന്ന് പോവാതിരിക്കുക. സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കുക. ടാറ്റാ, ബൈ ബൈ.